ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ ദിനമായി ദിനത്തെ ആഘോഷിക്കുമ്പോൾ സത്യത്തിലും നമ്മൾ സ്വതന്ത്രരാണോ? അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ സത്യത്തിലും സ്വതന്ത്രരാണോ? ആർക്ക് ആത്മീകമായി നമ്മെ സ്വതന്ത്രരാക്കുവാൻ കഴിയും എന്നുള്ള ഈ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് നിങ്ങളുടെ മധ്യേ ഞങ്ങളായിരിക്കുന്നത്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് കന്യകയിൽ ജന്മമെടുത്ത് ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച് പാപിക്ക് വീണ്ടെടുപ്പ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ പറ്റി ചില കാര്യങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് പറയുമ്പോഴും ഈ സ്വാതന്ത്ര്യം എപ്പോൾ നഷ്ടപ്പെടുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. നോക്കിയേ, എന്നാൽ നിത്യമായ ഒരു സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഒരിക്കൽ ഞാനൊരു കഥ കൂടെ പറഞ്ഞ്, ഒരു ചരിത്രം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലതോറും ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നത്? ഇതിൽ യൗവനക്കാരുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്. നമുക്കൊരു ലജ്ജയോ നാണക്കേടോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെയാണ് ഞങ്ങൾ ഈ കവലതോറും പോയി യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, അതിന്റെ ഒരു ഉദാഹരണത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു കണക്ക് പണ്ഡിതൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അത് അന്നത്തെ കാലത്തിലുള്ള രാജാവ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഇങ്ങനെ കൊടുക്കുവാനിടയായി തീർന്നു. താങ്കൾ ഒരു തത്വം കണ്ടുപിടിക്കണം. അതിന്റെ ചരിത്രം മുഴുവനുമായി ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ ഒരു സമയ പരിധി കൂടെ കൊടുത്തിട്ടുണ്ടാകും. ഈ സമയപരിധിക്കുള്ളിൽ ഇതിന്റെ കണ്ടുപിടിച്ച് നൽകിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ തലയെ കണ്ടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്തോത്രം ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കുവാനിടയായി തീരും എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സമയ പരിധിക്കുള്ളിൽ തന്നെ അത് തീർത്തു നൽകണമെന്നായിരുന്നു അന്നത്തെ രാജാവിന്റെ കൽപ്പന എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജ്ഞാനവും ബുദ്ധിയും സകലതും ഉപയോഗിച്ച് ചില നീണ്ട വർഷങ്ങൾ അല്ലെങ്കിൽ ചില നീണ്ട ദിനങ്ങൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇതിനു വേണ്ടി ട്രൈ ചെയ്യുവാനിടയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണോ കണ്ടുപിടിക്കുവാൻ താല്പര്യപ്പെടുന്നത്, അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ ആ തത്വം കണ്ടുപിടിക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കരമായ വിഷമമുണ്ടായി. കാരണം പറഞ്ഞ സമയത്തിനുള്ളിൽ അത് തീർത്തു കൊടുത്തില്ല എങ്കിൽ തന്നെ രാജാവ് കൊല്ലുവാൻ തന്നെ കൽപ്പന പുറപ്പെടുവിക്കുമായിരുന്നു. ഒരു മരണഭയം തന്റെ ഹൃദയത്തിൽ വന്നു. ഒരു മരണഭീതി തന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുവാനിടയായി തീർന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തത്വത്തെ കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. തന്റെ ആ തത്വം കണ്ടുപിടിച്ചപ്പോൾ തന്റെ പ്രാണൻ തനിക്ക് തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ആ പ്രാണ വേദനയിൽ നിന്നും അല്ലെങ്കിൽ മരണവേദനയിൽ നിന്നും തനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ താൻ നഗ്നനാണെന്ന് പോലും തിരിച്ചറിയാതെ റോഡിൽ വെളിയിലിറങ്ങി അദ്ദേഹം ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, യുറേക്ക 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 എന്ന്. ഞാൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുന്നതിലൂടെ എന്റെ ജീവനെ ഞാൻ രക്ഷിച്ചു, അല്ലെങ്കിൽ എന്റെ ജീവനെ, എന്റെ പ്രാണനെ ഞാൻ തിരികെ പിടിച്ചു എന്നുള്ള സന്തോഷത്തോടെയാണ് അദ്ദേഹം ഇറങ്ങി ഓടി അദ്ദേഹം ഇത് വിളിച്ചു പറയുവാനിടയായി തീർന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള. ഞങ്ങൾ ഇവിടെ ഈ കവലയിൽ കടന്നു വന്നു പല കവലകളിലും പോയി ഒരു നാണക്കേടില്ലാതെ ലജ്ജയില്ലാതെ ഞങ്ങൾ യേശുക്രിസ്തുവാണ് രക്ഷകനെന്നും യേശുക്രിസ്തുവാണ് രക്ഷിതാവെന്നും യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂവെന്നും ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണമെന്ന് പറയുന്നത്. നോക്കിയേ, ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മൾ ഇന്നും പലതിനും അടിമകളല്ലേ? ചിലർ മദ്യപാനത്തിന് അടിമകളാണ്, ചിലവർ പലവിധമായ ലഹരി മരുന്നിന് അടിമകളാണ്, MDMA തുടങ്ങി പലവിധമായ ലഹരി മരുന്നുകൾക്ക് അടിമകളാണ്. ഒരിക്കൽ എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നീ എന്താ മദ്യപാനം നിർത്താത്തതോ? നീ എന്താ ലഹരി മരുന്നോ ഇതൊന്നും നീ വേണ്ട എന്ന് വെക്കുന്നതോ? നീ അധ്വാനിക്കുന്ന കാശ് മുഴുവനും നീ ഇതിനു വേണ്ടി നീ ചെലവഴിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രിയ സഹോദര, എനിക്ക് ആഗ്രഹമുണ്ടോ, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല. ഇതൊന്നും വേണ്ട എന്ന് വെക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്?
ഇത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത്, പക്ഷേ മദ്യപാനത്തിന്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പാപചിന്തയാണ് തന്നെ നിയന്ത്രിക്കുന്നത്. തനിക്ക് തന്നെത്താൻ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, ഞാനത് അങ്ങനെ ചെയ്തു പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് ഈ പാപചിന്തകൾ നമ്മെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? രണ്ടു തരത്തിലുള്ള പാപങ്ങളാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് ജന്മനാ പാപം, രണ്ട് കർമ്മനാ പാപികളായി തീരുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജന്മനാ പാപിയായി തീരുന്നത്? ഇതാ വേദപുസ്തകം നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഒരു സങ്കീർത്തനക്കാരൻ പാടിയ ഒരു ഗീതമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പാടിയതിന്റെ പുറകിൽ ഒരു സത്യമുണ്ട് കേട്ടോ. എന്താണ് ആ സത്യം? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സകല ഭൂചരാചരങ്ങളെയും ദൈവം ഒറ്റവാക്കിൽ സൃഷ്ടിച്ചു. അതിനുശേഷം നിലത്തെ പൊടിയെടുത്ത് മനുഷ്യ രൂപമുണ്ടാക്കുകയും മനുഷ്യന്റെ മൂക്കിൽ പ്രാണവായു ഊതുകയും അവൻ ജീവനുള്ള ദേഹി ആയിത്തീരുകയും ചെയ്തു. ദൈവം വലിയൊരു ഏദൻ തോട്ടമുണ്ടാക്കുകയും ഈ മനുഷ്യരെ ആദാമിനെയും ഹൗവയെയും ഈ ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് ഒരു കൽപ്പന കൊടുത്തു. സകല ഫലങ്ങളും നിങ്ങൾക്ക് കഴിക്കാനുള്ള അധികാരമുണ്ട്, പക്ഷേ ഇതിന്റെ നടുവിലുള്ള ഒരു ഫലം നിങ്ങൾ കഴിക്കരുത്. ഈ ഫലം കഴിച്ചാൽ ഉടനെ പാപമാകുമോ? അതല്ല. എങ്ങനെയാണ് പാപികളായി തീരുന്നത്? എങ്ങനെയാണ് ആദാമും ഹവ്വയും പാപികളായി തീർന്നെന്ന് ചോദിച്ചാൽ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയെ ഇവർ അനുസരിച്ചില്ല. ദൈവം അവരുടെ മുമ്പിൽ ഒരു നിയമം വെച്ചിരുന്നു. ആ നിയമം ഇവർ ലംഘിക്കുന്നതിലൂടെ ഇവർ പാപികളായി തീരുവാനിടയായി തീർന്നു. ഇങ്ങനെ സകല മനുഷ്യരും ഇങ്ങനെ പാപികളായി അല്ലെങ്കിൽ പാരമ്പര്യമായി പാപികളായി ജനിച്ചു വരികയാണ്. രണ്ട് കർമ്മപാപം. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഈ പാപത്തിന്റെ ചിന്തകൾ തന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പാപത്തിന്റെ ചിന്തകൾ അവരുടെ പ്രവൃത്തിയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതോടുകൂടി സകല മനുഷ്യരും പാപികളായി തീരുവാനിടയായി തീർന്നു. നോക്കിയേ, ഇന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ഒന്ന് ന്യൂസ് നമുക്ക് കേൾക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുവാൻ കഴിയുമോ? വായനയിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പോലും പലപ്പോഴും ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മനുഷ്യ മനസ്സിനെ വരെ മരവിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കഥകൾ കേൾക്കുന്നത്. ഒന്ന് നോക്കിയേ, കുഞ്ഞുങ്ങളെ പോലും ആരും വെറുതെ വിടുന്നില്ല. സ്വന്തം പിതാവിന് സ്വന്തം മകളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സ്വന്തം മാതാവിന് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അത്രയ്ക്കും മ്ലേച്ഛകരമായിട്ടാണ് ഈ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരെയും വിഷമിപ്പിച്ചൊരു സംഭവമാണ് ഇവിടെ നെടുമങ്ങാടിന്റെ അടുത്തൊരു സംഭവം നടന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം കാമുകയെ അടിച്ചു കൊന്നു. വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അടിച്ചു കൊല്ലുവാനിടയായി തീർന്നു. അത്രയ്ക്കും മൃഗീയമായ രീതിയിലാണ് മനുഷ്യർ ഈ കാലഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പാപത്തിന്റെ അടിമകളായി തീർന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് നമുക്കിത് നോക്കുകയും നമുക്ക് മോക്ഷം ലഭിക്കുക? എങ്ങനെയാണ് നമുക്കിത് നോക്കി നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക? പ്രിയപ്പെട്ടവരെ, അതിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, പാപത്തിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്.